ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവിയേട്ടൻ അങ്ങനെ മധുസൂദനനുമായിട്ട് വഴക്കുണ്ടാക്കി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രീ അവിടെയുണ്ട്. അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ അച്ഛാ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ നീ റെസ്റ്റോറൻറ്റിലേക്കാണെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അച്ഛൻ എന്താ നടക്കാൻ പോയതാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്നും പറഞ്ഞു. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. നീ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കഴിയട്ടെ അച്ഛാ, ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പ്രശ്നം? ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണല്ലോ പോണേ. എന്താ വെച്ചാൽ കാര്യം? അല്ല, എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം. നീ ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടാറില്ല, അതാ ചോദിക്കുന്നത്. എന്താ, ഈ വീട്ടിൽ 1008 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല. ഒരു പ്രശ്നവും നീ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. ഇപ്പോൾ കോർട്ടിൽ കേസ് പറഞ്ഞ് തോൽപ്പിച്ച ആളെ അറിയില്ലേ മധുസൂദനൻ. അപ്പം നമ്മുടെ ശ്രീയുടെ മുഖം വല്ലാതെയായി. അന്ന് എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ നീ ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു. അയാളെ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അച്ഛൻ എന്തിനിപ്പോൾ അതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. അയാളുടെ മകളെ നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയാം. എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രീ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ശ്രീയും അച്ഛനും കൂടെ സംസാരിക്കുക. അപ്പോഴേക്കും ശ്രീ ഉള്ള കാര്യം അച്ഛനോട് പറയുകയാണ്. ഇന്ന് വന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ അവളാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അവളുമായിട്ടോ ആ കുടുംബമായിട്ടോ നമുക്കിനി ഒരു ബന്ധവും വേണ്ട എന്നുള്ള കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ ശ്രീയോട് പറയാം. അത് കേട്ടപ്പോൾ ശ്രീക്കും ആകെ വിഷമമായിട്ടോ. അപ്പോൾ മോൻ ഇനി ഇതിനൊന്നും നിൽക്കരുത്, നമ്മുടെ കുടുംബത്തിന് പറ്റിയൊരു ബന്ധമല്ല അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ശ്രീ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പം എടാ മോനെ, എന്താ ഏതാണെന്നൊന്നും നോക്കാതെ ഓരോ കാര്യങ്ങളിലും സച്ചി കയറി അങ്ങ് ഇടപെടും. അതിൽ നിന്ന് വന്ന പ്രശ്നങ്ങളാണിതെല്ലാം. അതുകൊണ്ട് നീ ഇനി ഒന്നിനും നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അതും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി. ശ്രീക്കാണെന്നുണ്ടെങ്കിലും ആകെ വിഷമമായി. പക്ഷേ ശ്രീ അങ്ങ് പോയി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി തൂത്തും തുടച്ച് നടു ഒടിഞ്ഞു. അവിടെ നിന്ന് ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കാക്ക മലർന്ന് പറക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ കയറി ചെല്ലുന്നത്. കാക്കയ്ക്ക് എന്താ നേരെ അടക്കാൻ പറ്റില്ലേ? നിങ്ങളോട് പറഞ്ഞോ ഇന്ന് മലർന്ന് പറക്കുന്ന വല്ലതും? അപ്പോൾ അല്ല, ഇന്ന് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് പറഞ്ഞു പോയതാണേ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ എഴുന്നേക്കാതെ ഇവിടുത്തെ ജോലിയൊക്കെ പിന്നെ നിങ്ങൾ ചെയ്യുമോ എന്ന് അമ്മ ചോദിക്കുക. അതായത് ചന്ദ്രമതി, രേവതി അവളുടെ വീട്ടിൽ പോയി താമസിക്കല്ലേ, എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നിന്ന് തുടച്ചുകൊണ്ടിരിക്കുക. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും രേവതി അവളുടെ ഇഷ്ടത്തിന് അവളുടെ വീട്ടിലേക്ക് പോയി നിൽക്കുകയാണെന്ന്. നീയല്ലേ അതിനെ ഓടിച്ചു വിട്ടത്? അവളുടെ അമ്മയെ വിളിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും പറഞ്ഞ് വിളിപ്പിച്ച് കൊണ്ടുപോയിച്ചത് അല്ലേ? അവളോടല്ലേ പോകാൻ പറഞ്ഞത്? അവളുടെ ഭർത്താവിനോട് പിന്നാലെ പോയി അവിടെ താമസിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കാം. സച്ചി എന്തിനാ അവിടെ പോയി താമസിക്കുന്നത്? അതിന് കാര്യമുണ്ടോ? അവനെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറയാനായിട്ട് ചന്ദ്രമതി പറയുമ്പോൾ നമ്മുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ നോക്കുക ചന്ദ്രമതി. അപ്പോൾ ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത്? അവൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവൻ എപ്പോൾ വരുന്നു, അപ്പോൾ എപ്പോൾ പോകുന്നു എന്നതിനെക്കുറിച്ചൊന്നും നീ ഇത്രയും കാലമായിട്ട് ആലോചിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്ന് എന്താ അവൻ്റെ കാര്യത്തിൽ നിനക്ക് ഇത്ര ശ്രദ്ധ വരാൻ? അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പം മുറ എന്നൊന്നില്ലേ, അത് തെറ്റിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും അവരവരുടെ വീട്ടിൽ തനിയെ നിൽക്കണം, അതാണ് വേണ്ടത്. അവൻ മുറ തെറ്റിച്ചു. നിങ്ങൾ അവനെ വിളിച്ചു വരാൻ പറയാനായിട്ട് ചന്ദ്രമതി പറയുമ്പോൾ അവൻ്റെ കാര്യത്തിൽ നിനക്കിപ്പോൾ ഉള്ള ശ്രദ്ധ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കിപ്പം മനസ്സിലായേ എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഇങ്ങനെ ചന്ദ്രമതിയെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ വന്നു എന്ന് പറഞ്ഞ് ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതി ഇന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ പൊന്നെ, അപ്പം എന്നെ പേടിച്ച ലക്ഷ്മി തന്നെ അവനെ ഇങ്ങോട്ട് തള്ളി വിട്ടതാ, എന്നോടാ അവളുടെയൊക്കെ കളി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുമ്പോൾ അച്ഛാ എന്ന് വിളിച്ച് ഓടി നമ്മുടെ സച്ചി അകത്തേക്ക് വന്നു. അപ്പോൾ എന്താ അവിടെ നിൽക്കുന്നേ, അകത്തേക്ക് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കൂ അവർ, ആരാടത് എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അതാരാടാന്ന് ചോദിച്ചു. കയറി വാ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും വിളിക്കുന്നു. നോക്കുമ്പോൾ നമ്മുടെ രേവതി പോയതുപോലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ചന്ദ്രമതി ഞെട്ടി ബാഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ ഗ്യാസ് അങ്ങ് പോയി. ചന്ദ്രമതിയുടെ തലയിൽ എന്ന് പറഞ്ഞ് ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് രേവതിയെ വിളിച്ചുകൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ രേവതിയെ കണ്ടപ്പോൾ അച്ഛൻ ഒത്തിരി സന്തോഷമായി, ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അപ്പം നീ എന്താ ഇവിടെ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ അച്ഛാ, അമ്മ എന്താ ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവരോട് ചോദിക്കുന്നത് പോലത്തെ ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. മോളെ, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളെ വിളിക്കുന്നു. മോള് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുക. അപ്പം അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പം അച്ഛാ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ സുഖം. അമ്മേ എന്ന് വിളിച്ചപ്പം എന്തൊക്കെ ഇവിടെ നടക്കുന്നില്ല ചന്ദ്രമതി. അപ്പോൾ ഇവിടെ ആരും നടക്കുന്നില്ല, നമ്മൾ 4 പേര് ഇവിടെ നിൽക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞു സച്ചി. എടാ, നീ എന്തിനാണ് ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? അപ്പം അമ്മ പറഞ്ഞാൽ കേട്ടാ തോന്നുന്നു ഞാൻ വേറെ ഏതോ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നെന്ന്. ഇതെൻ്റെ ഭാര്യ രേവതി, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു.
എടാ ഈ ഒരു മാസത്തേക്ക് അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പം എന്തുകൊണ്ട് വന്നൂടാ, ഇവിടെ എന്താ 144 വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സച്ചി. രവിയേട്ട എന്താ ഇവനീ കാണിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കാം. അപ്പം എന്താടി കുന്തം വിഴിഞ്ഞതുപോലെ നീ നിൽക്കുന്നേ, ഈ ഒരു മാസം കഴിഞ്ഞ് നീ ഇനി വീട്ടിലേക്ക് വരാൻ പാടുള്ളെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാ ഇപ്പോൾ വലിഞ്ഞേറി വന്നേ എന്ന് ചോദിച്ചപ്പം ഇപ്പം അവൾ വന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു സച്ചി അന്നേരം. എടാ ഇവളെ കൂട്ടിക്കൊണ്ട് വരാൻ ആടിമാസം കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആടിമാസം കഴിയാത്ത ഞങ്ങളുടെ കുറ്റമാണോ, നീ മുറ തെറ്റിച്ചു, ആടിമാസം കഴിയാതെ നീ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി വേഗം രേവതിയുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി. ദൈവമേ, ചന്ദ്രമതിയുടെ ചങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തും. അപ്പം രവിയേട്ടാ ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു അമ്മ. രവിയേട്ടൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക, രവിയേട്ടൻ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി കിടന്ന് ശ്വാസം മുട്ടി കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റുക. അപ്പം മോളെ രേവതി, നീ ആടിമാസം മുഴുവനും വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, അല്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായോ, അത് എന്തുകൊണ്ടാണ് മോൾ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചപ്പം പ്രശ്നമൊന്നും ഇല്ല അച്ഛാന്ന് രേവതി പറഞ്ഞു. അപ്പോൾ പ്രശ്നം ഉണ്ടെച്ചാൽ പ്രശ്നം ഉണ്ടെന്ന് സച്ചി. അതെ, വയറിൻ്റേത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണെന്ന് സച്ചി പറഞ്ഞു. അതിനെന്താ നിന്റെ വയറിന് സുഖമില്ലേ, അതിന് നീ ഇതിന് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടോ, ഇല്ലല്ലോ, പിന്നെ ഞാനെന്ത് ചെയ്യും, അപ്പോൾ പിന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനാ നീ രേവതിയും കൂട്ടിക്കൊണ്ടു വന്നല്ലേ. അത് മാത്രമല്ല അച്ഛാ, അതെ ഇവളുടെ അമ്മ പൂക്കടയിൽ പോകും, അനിയനും അനിയത്തിയും കോളേജിലും പോകും, വീട്ടിലെ ഇവള് തനിച്ചല്ലേ ഉള്ളൂ, അതാ പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവൾക്ക് എന്താ തനിച്ചു നിന്നാ പ്രശ്നം, LKG പഠിക്കുന്ന കുട്ടിയാണോ ഇവള് ഇന്ന് ചന്ദ്രമതി, കല്യാണം കഴിയുന്നത് വരെ ഇവൾ ആ വീട്ടിൽ തനിച്ച് തന്നെയല്ലേ നിന്നിരുന്നേ, ഇപ്പം എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കുമോ ഇവര്. നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് നിൽക്കുക. അവൻ വിളിക്കേണ്ട സമയം നീ ഭാഗം തൂക്കി പുറകെ ഇറങ്ങി വന്നല്ലേടിയെന്നും ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുമ്പോൾ, രേവതി നമ്മുടെ വീട് നമ്മൾ ഇഷ്ടമുള്ളപ്പോൾ വരും പോകും, അമ്മ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞോളൂ, നീ ഒന്നും മൈൻഡ് ആക്കണ്ട, നീ മുറി കയറി പോകാൻ പറഞ്ഞു. സമ്പ്രദായം എന്നൊന്നുണ്ടേ, അത് നീ ഒന്നും മറക്കരുതെന്ന് പറഞ്ഞപ്പം ആ സാമ്പ്രാണി അമ്മ തന്നെ അങ്ങ് കത്തിച്ച് പോകച്ചാൽ മതി, ഇങ്ങോട്ട് പോയിക്കണ്ട. കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ വീട്ടിൽ പോയിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ എന്താ പിന്നെ പോകാതിരുന്നത്, അപ്പം നിങ്ങൾക്കൊന്നും ആടിമാസം ഇല്ലേ, ഞങ്ങൾക്ക് മാത്രം ഉള്ളോ, അത് മുമ്പത്തെ കാര്യം, അതൊക്കെ എന്തിനാ നീ ഇപ്പം പറയുന്നത്, നീ ഇവിടെ വീട്ടിൽ കൊണ്ടു നോക്കിച്ച് വരാൻ പറഞ്ഞപ്പോൾ അത് നടക്കില്ല എന്ന് സച്ചി തറപ്പിച്ച് പറഞ്ഞു ചന്ദ്രമതിയോട്. ചന്ദ്ര രേവതി ഇവിടെ നിൽക്കട്ടെ, അതിന് നിനക്കെന്താണെന്ന് അച്ഛൻ ചോദിച്ചു. ശ്രുതി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം, ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാച്ചാ. അമ്മയുടെ ഒരു ആടിമാഷ്. അതെ നിങ്ങളെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് രവിയേട്ടാ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചാൽ പ്രശ്നമാ. എന്ത് പ്രശ്നമാ ഈ പറയണേ, അവർ 2 മുറിയിൽ കിടന്നോളും. ദേ കുഞ്ഞെപ്പോൾ വേണമെന്നുള്ളത് ഭാര്യയും ഭർത്താവുമാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർക്ക് 2 പേർക്കും ഒരു ചമ്മലും നാണമൊക്കെ ഇങ്ങനെ നോക്കുക. അവർക്ക് എന്ത് വേണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, നീ നിന്റെ കാര്യം നോക്കി പോ ചന്ദ്ര എന്ന് പറഞ്ഞ അച്ഛൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെട്ടു. നമ്മുടെ സച്ചി ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുക. എൻ്റെ മക്കൾ അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അച്ഛൻ അവരെ പറഞ്ഞു വിട്ടു. ആ സമയത്ത് രേവതിയും സച്ചിയും മുറി ചെന്ന് കഴിഞ്ഞപ്പം നിങ്ങൾ കേട്ടില്ലേ, അമ്മ പറഞ്ഞതൊക്കെ കേട്ടില്ലേ, ഇങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്, വിടണ്ടേ, പേടിച്ച് വലിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഇത് കഷ്ടാ, ഇപ്പം അമ്മയുടെ വായിലിരിക്കുന്നത് കേട്ടപ്പോൾ തൃപ്തിയായില്ലേ എന്ന് രേവതി ചോദിക്കുക. അപ്പം നമ്മുടെ സച്ചി ചെന്ന് അടുത്തിരുന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയാം, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ച്. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് പിടിക്കാത്തത് കൊണ്ടല്ലേ, അപ്പം അതൊന്നും അല്ല എൻ്റെ രേവതി. അതെ ഗജാനന്ദനെ ഞാൻ അടിച്ചോടിച്ചില്ലേ, ഞാനില്ലാത്ത തക്കം നോക്കി അവൻ വീണ്ടും വീട്ടിൽ വരും, നിന്നെ ഉപദ്രവിക്കും, എനിക്ക് ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ലേ, എന്നോടുള്ള ദേഷ്യം അവൻ നിന്നോട് തീർക്കും, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ ഇവിടെയാകുമ്പോൾ എന്നെ പേടിച്ച് അവൻ ഈ പരിസരത്തേക്ക് പോലും വരില്ല, എനിക്ക് ഇവരോട് ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. ദേ എന്തായാലും അവിടെ ഇനി അവൻ കയറില്ല, അവിടെ കയറാതെ ഇരിക്കാനുള്ള പരിപാടിയൊക്കെ ഞാനവിടെ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. എന്തായാലും ഞാൻ മരിക്കുന്നത് വരെ നിനക്കും നിന്റെ കുടുംബത്തിനും ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. രേവതി ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് വീട്ടിലേക്ക് കുറേ പാഴ്സലുകൾ വരിക. സാർ എന്നും പറഞ്ഞ് വിളിച്ച് വന്നു. ഞാൻ ആലോചിക്കായിരുന്നു നിന്നെ കണ്ടില്ലല്ലോ എന്താ വൈകിയെന്ന് ചോദിച്ചാൽ സച്ചി ഇറങ്ങി വന്നു. അപ്പോൾ കടയിൽ നല്ല തിരക്കായിരുന്നു സച്ചിയേട്ടാ, കുറേ ഓർഡർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക സച്ചിയോടായി കടക്കാരൻ. ഇതെന്താടാ 2 വീട്ടിലേക്കുള്ള സാധനം ഉണ്ടല്ലോ, നിനക്കൊന്ന് മാറിപ്പോയോ എന്ന് ചോദിച്ചു. അപ്പം നീ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പം ഒന്നും മാറിപ്പോയിട്ടില്ലെന്നേ, സുധിയേട്ടൻ അയച്ചു തന്ന ലിസ്റ്റിലേക്കുള്ള സാധനങ്ങളായിരുന്നു പറഞ്ഞു. അപ്പം സച്ചേട്ടാ സംസാരിച്ച സമയം കളയത് കാശ് കൊടുത്ത് അവരെ പറഞ്ഞുവിടാൻ നോക്കാൻ ചന്ദ്രമതി നമ്മുടെ സച്ചിയോട് പറയാം. 7500 രൂപയോ, എടാ നിനക്ക് മാറിപ്പോയിടാ, ഇതെന്താ ഇത്, എല്ലാ മാസവും 4000 രൂപയുടെ സാധനം വാങ്ങിക്കുന്നേ. അപ്പം മാറിയിട്ടൊന്നുമില്ല സച്ചേട്ടാ, ഇത്തവണ കുറച്ച് സാധനങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അരിയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വൈകിട്ട് വണ്ടിയിൽ കൊടുത്ത് വിടാമെന്ന് പറഞ്ഞു, കാശും ഞാൻ വൈകുന്നേരം കടയിൽ വരുമ്പോൾ തരാം, നീ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് സച്ചി അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ രേവതി ഇങ്ങ് വാ എന്ന് പറഞ്ഞു രേവതിയെ വിളിച്ച് ഈ സാധനമൊക്കെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറയാം. അപ്പം നമ്മുടെ സച്ചി കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളെല്ലാം ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് നോക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇവനെന്തിനാ ഇതൊക്കെ നോക്കുന്നേ,
കാശ് കൊടുക്കുന്ന അവനല്ലേ, എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് അവൻ അറിയണ്ടേ എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു ചന്ദ്രമതിയോട്. അപ്പോൾ വെളിച്ചെണ്ണ 2 ലിറ്റർ, അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ. ഒലിവെണ്ണയോ? അപ്പോൾ ഒലിവെണ്ണയോ? അതൊക്കെ എന്നെ സാധനമാണ്. അപ്പോൾ രേവതി നീ പറഞ്ഞിട്ട് വാങ്ങിച്ചാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനതൊന്നും ഉപയോഗിക്കാറില്ല ഏട്ടാ, അപ്പം ഞാൻ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാറുള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു. ഇപ്പം എന്താ പ്രശ്നമെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ സോഡാ കുപ്പിക്ക് വേണ്ടി വാങ്ങിയതാ അല്ലേ? അതെ, എവിടെയാ സോഡാ കുപ്പി? അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിക്കുക, അപ്പോഴേക്കും 2 എണ്ണങ്ങളും കൂടെ ഇറങ്ങി വരിക. അപ്പോൾ എന്തിനാ ഇവിടെ കിടന്ന് അലർന്നേന്ന് ചോദിക്കുക. എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു ശ്രുതി. അപ്പോൾ എന്താടാ ഇതെന്ന് ചോദിച്ചു. ഇത് എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലേ, എന്നോടാണോ ചോദിക്കുന്നത്? നിന്റെ ഭാര്യ ഒലിവെണ്ണ മാത്രം ഉപയോഗിക്കത്തുള്ളൂ, വെളിച്ചെണ്ണയൊന്നും പിടിക്കില്ലേടാ എന്ന് സച്ചി ചോദിക്കാം. വേറെ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ കുടുംബം മുടിക്കാൻ വേണ്ടി വീട്ടിൽ കയറി ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന ശ്രുതിക്കിട്ടുള്ള പണിയാണ് നമ്മുടെ സച്ചി കൊടുക്കുന്നത്. മുന്തിരി, ബദാം, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ കിലോ കണക്കിനാണല്ലോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ചുമ്മാതല്ല 7500 രൂപയായതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് 2 എണ്ണങ്ങളും കൂടി ഇങ്ങനെ നോക്കുക. ഇതൊക്കെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ്, ഇതൊക്കെ കഴിച്ചാലേ നല്ല ആരോഗ്യം ഉണ്ടാകുള്ളൂ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം ഇത് കഴിക്കാത്ത ഞങ്ങൾക്കൊന്നും എന്താ ആരോഗ്യം ഇല്ലേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കും കേട്ടോ. അച്ഛൻ ഇതൊക്കെ അമ്മയ്ക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണെന്ന് ചോദിച്ചപ്പം ഞാനിതൊന്നും ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുള്ള ബോക്സ് മുഴുവൻ നമ്മുടെ സച്ചി തുറന്നു നോക്കി. അപ്പോൾ കുറേ ലിപ്സ്റ്റിക്ക്, പൊട്ട്, കൺമഷി, ഇതൊക്കെ ശ്രുതിക്ക് വേണ്ടി വാങ്ങിയതാ, നീ അതൊക്കെ അവിടെ വെക്കുക എന്ന് പറഞ്ഞു. ഇവക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി, എന്താ ഇതൊക്കെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ കോസ്മെറ്റിക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു. കോമറ്റിക്കോ എന്നതോ എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പം മുഖത്തൊക്കെ തേക്കാനുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പറഞ്ഞു. അങ്ങനെ സച്ചി എല്ലാം എടുത്ത് നോക്കണം. അങ്ങനെ ഇതൊക്കെ വീടായ വാങ്ങിച്ചു വെക്കണം എന്ന് ശ്രുതി പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് മേക്കപ്പ് ഇടണം, ഇവരുടെ ഒറിജിനൽ മുഖമേ അത് വേറെയാ, മേക്കപ്പ് ഇട്ടാൽ ഒറിജിനൽ മുഖം അതങ്ങ് മറച്ച് വെക്കട്ടെ, ഒറിജിനൽ മുഖം മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ ഇതൊക്കെ വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുമ്പം സച്ചി അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുവാൻ നിനക്കെന്താ, അത് അവളുടെ സ്വന്തം കാശിന് വേണം, അല്ലെങ്കിൽ നീ വാങ്ങിച്ചു കൊടുക്കണം, എനിക്ക് സമയമില്ല, എനിക്ക് കൈ കാശുമില്ല, എൻ്റെ കാശിനല്ല ഇതൊന്നും വാങ്ങിക്കണമെന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ടു. ഇത്തവണ 3500 രൂപ അധികം വന്നിരിക്കുന്നത്, ഇവളത് തന്നിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ടു. ഓരോ വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിക്കുന്നുണ്ട്, 4000 രൂപയാണ് എൻ്റെ കണക്ക്, അധിക ചിലവൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുക. പണിയില്ലെന്നുള്ളവരെ ആർക്കും അറിയത്തില്ലല്ലോ. രേവതി ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക, ഒക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രുതിക്ക് വേണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലെന്ന് ചന്ദ്രമതി പറഞ്ഞു. അന്നേരം ഇവക്ക് വേണമെന്നതല്ല, ഇവൻ മേടിച്ചു കൊടുക്കട്ടെ, ഇവനും പോകുന്നുണ്ടല്ലോ പണിക്ക്, മേടിച്ചു കൊടുക്കട്ടെ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സച്ചി വാങ്ങിപ്പോയില്ല, അത് വിട്ടുകളയാൻ അച്ഛൻ പറഞ്ഞപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല, എല്ലാവർക്കും വേണ്ടി വീട്ടിൽ ചെലവ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ അനാവശ്യ ചെലവ് അത് പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനെന്താ അനാവശ്യ ചെലവ് ചെയ്തെന്ന് ഈ പറയുന്നേ, നട്ട്സൊക്കെ വാങ്ങിയത് എനിക്ക് മാത്രം കഴിക്കാനൊന്നും അല്ല, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ശ്രുതി. ദിവസവും ഇത് കഴിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ ജീവിച്ചത്, വല്ലപ്പോഴും കുറച്ച് ഗ്രാം കണക്കിന് വാങ്ങിക്കും, നീ എന്തിനാ ഇതൊക്കെ കിലോ കണക്കിന് വാങ്ങിച്ചത് എന്ന് ചോദിച്ചു. അപ്പം നീ എന്തിനാ അവൾക്ക് നേരെ ഒച്ച വെച്ചത്? അപ്പോൾ ചന്ദ്രമതി ഇത് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ കാശ് കൊടുക്കുമോ? നീ കൊടുക്കോടാ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കര ശബ്ദം ഉയർത്തി. നീ കൊടുക്കോടി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയോടും ചോദിച്ചു സച്ചി. അപ്പോൾ മോനെ നീ ദേഷ്യപ്പെടാതെടാ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എങ്ങനെ ദേഷ്യം വരാതിരിക്കും അച്ഛാ, എനിക്ക് വലിയ വരുമാനമൊന്നും ഇല്ല, രാത്രിയോ പകലൊന്നോ ഇല്ലാതെ കാർ ഓടിച്ചാൽ ഇത്രയ്ക്കൊക്കെ തന്നെ കിട്ടാറുള്ളൂ, ഒരേ ഇരിപ്പ് ഇരിക്കുന്നതെല്ലാം പുറം വേദനയും നടുവേദനയും എല്ലാം ഉണ്ട്, രാത്രിയിൽ ചിലപ്പോഴേ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാറില്ല, നല്ല കുഴമ്പോ ബാമോ ഒക്കെ പുരട്ടി അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കുന്നത്, എൻ്റെ മരുന്നിനേക്കാളും എനിക്ക് വലുതാ വീട്ടിലുള്ളവരുടെ ഭക്ഷണമാണ്, അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോവാത്തതെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതൊക്കെ അവർക്ക് പുച്ഛം, ചേട്ടനും ചേച്ചിക്കുവേ. എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരുത്തൻ ഉണ്ടാകും, കാശ് ചെലവാക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരുത്തനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ഒരു കൂസലും ഇല്ലാതെ ഇവറ്റകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.